എന്റെ പൊന്നു കോട്സ ഒരു ബാറിന്റെ മുതലാളിയെ നോക്കണ്ട ആ കരിക്ക് സത്യ എന്റെ മൂക്കിന്റെ പാലടി ചേർത്ത്. ഒന്നില് ഞാൻ ഒരു അബ്കാരിയല്ലേ, ഇങ്ങനെ പട്ടീനെ തല്ലണ പോലെ എന്നെ തല്ലാൻ പാടണ്ട. അല്ല തോമസ്, നമുക്ക് ആ എസ്ഐനൊന്നും ചെയ്യാൻ പറ്റില്ലേ? വല്ല സ്ഥലം മാറ്റം എന്തെങ്കിലും? ഒന്നും നടക്കില്ല. ഇല്ലല്ലേ? ആഭ്യന്തരമന്ത്രിയുടെ ഭാര്യരെ എന്തോ അടുത്ത ബന്ധുണ് ഇയാള്. തൽക്കാലം ഞാൻ ഇവിടുന്ന് മാറിയാലോ എന്ന് ആലോചിക്കുക. ആ ബാർ ഓർന്നിട്ട് ഒരു ഫുള്ളെങ്കിലും എടുത്തായോ? അനിയഞ്ചക്കൻ അത്രക്ക് സീനാ. എന്റെ കോട്സ ഇപ്പൊ എന്റെ മൂക്ക പോയിട്ടുള്ളോ, എന്റെ തലയും കൂടി കളയോ നീ. ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്, ഇനിയൊരു ചെറിയ നാരങ്ങ വെള്ളത്തിന്റെ പരിപാടി വരെ ഞാൻ ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് ചെയ്യില്ല. പേടിച്ചിട്ട കോട്സ് ചെല്ലു തൽക്കാലം. എടുത്ത കുരിശ്. ആ ചെക്കനോട് ഞാൻ എന്ത് പറയണ്ട കർത്താവേ. നമസ്കാരം മുരളി. ആ എനിക്ക് ഒരു 30 കുപ്പി ധവാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചായിരുന്നു. 30 കുപ്പി ധവാൻ എന്തിന്? നമ്മൾ ഈ പിടിച്ചെടുക്കുന്ന മദ്യമൊക്കെ എൻ്റെ അണ്ടറിലാണെന്ന് മുതലാളിക്ക് അറിയാലോ. വല്ലപ്പോഴേക്ക് ചെറുങ്ങനെ ഓരോന്നോരോന്ന് അടിച്ച് ഇപ്പോൾ 30 കുപ്പി അങ്ങ് തീർന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ചെറിയ എസ്ഐക്ക് പെട്ടെന്ന് കണക്ക് സ്റ്റോക്കും കാണണമെന്ന്. 30 കുപ്പി സ്റ്റോക്കെ കാണിച്ചില്ലെങ്കിൽ എൻ്റെ ജോലി തിരക്കി മുതലാളി. നീ അല്ലാണ്ട് ഈ ധവാനൊക്കെ എടുത്ത് അടിക്കോ? നമുക്ക് ഈ സ്കോച്ചും വിസ്കിയും ഒന്നും പോകത്തില്ലെന്ന് മുതലാളിക്ക് അറിയത്തില്ലേ? ഇനിയിപ്പോൾ ഇതിനെന്താണ് ഒരു വഴിയൊന്നും പറഞ്ഞാ? എന്റെ പൊന്ന് സാബു, ഈ ധവാൻ റം എന്ന് പറയുന്നത് ഒരുമാതിരി കൗട്ടകളുടെ ബ്രാൻഡാണ്. ഇത് ബാറിലും ബീവറേജിലും വന്ന് അപ്പം തന്നെ സ്റ്റോക്ക് അങ്ങോട്ട് തീരും. പോരാത്തിന് ലോക്ക്ഡൌണിന് 2 ആഴ്ച മുന്നേ ഡിസ്റ്റിലറിയിൽ ഒരു പ്രൊഡക്ഷൻ ഉണ്ടായിട്ടില്ല. കേരളത്തിലെ ബീവറേജിൽ തന്നെ ധവാൻ കാണാൻ സംശയ. അപ്പോഴാണ് നിന്റെ ഉപ്പ് കുപ്പി. അപ്പൊ മുതലാളി എന്റെ ജോലി മരുന്ന് കഴിക്കണടാ. മുതലാളി അച്ഛനും വലിയച്ഛനും അച്ചാച്ചനും ബാക്കി കിട്ടുമായിരിക്കും അല്ലേ? പിന്നെ എന്തായാലും കിട്ടും. നമുക്ക് തരാതെ പിന്നെ അവൻ ആർക്ക് കൊടുക്കാനാ? ആണേ. രാവിനോ ഒരു കുപ്പി വന്നടാ. 850 രൂപ വരാം. കൊടുക്കണില്ല. അവൻ കൊടുക്കുന്നില്ല. കൊടുക്കുന്നില്ലാണോ? രണ്ടു പോകാൻ നീ അവനൊന്നുകൂടെ വിളിച്ചേ. വിളിക്ക്. രാവിന് ഈ 520 മാട്ട സാധനത്തിന് 850 അത്ര കുറവൊന്നല്ലേട്ടാ. പിന്നെ നീ ആയോണ്ട് ഞാൻ പറഞ്ഞൊരു 1000 ആക്കിണ്ട്. 2 കുപ്പി എടുത്തു വെക്കി. ഞാൻ തപ്പാ കൊടുക്കില്ല. ഷോമിയോടെ വിനു ഇവന്മാര് പറയുന്ന കേട്ടെ ഈ 850 ആയിരത്തിനൊന്നും കൊടുക്കാൻ നിൽക്കണ്ടേട്ടാ. നല്ല കാശ് കിട്ടണ സമയം. ഞാൻ ഒരു 1500 വെച്ച് 3 കുപ്പി അങ്ങോട്ട് എടുക്കാം. കൊടുക്കില്ല. എന്താ കൊടുക്കാത്ത? ഞാൻ എപ്പോഴും വീട്ടിൽ പോയെന്ന് പറഞ്ഞാൽ എടാ ബിനുവോ, ഇത് പാപ്പനാടാ. കയ്യും കാലും മറച്ചിട്ട് പഞ്ചാരിയും പരിപ്പൊന്നും കൊടുത്ത് കൊടുക്കാൻ പറ്റണില്ലടാ. നിന്റെ അച്ഛനെ പോലെ കരുതിയിട്ട് പാപ്പന് 1 ലിറ്റർ താടാ. 2000 രൂപ തരാടാ പാപ്പൻ. കൊടുക്കണില്ല എന്ന് മാത്രം പറയരുതടാ. കൊടുക്കില്ല. പാട്ടി വേണ്ട, ഞാനടി നിർത്തി. പൊന്നുമലാണ് ഓരോ തുള്ളിക്കൊപ്പം കാശ്. അവിടെ ഇരിക്കട്ടെ. കൊടുക്കില്ല. രാജ്യമെമ്പാടും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ 5ാം ദിവസത്തിലേക്ക്. രാജ്യത്താകെ മദ്യം കിട്ടാതെ ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം 30 കടന്നു.